ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. കൊഞ്ച് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുപോലെ തന്നെ അച്ചാർ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സൂരത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയ ഒരു കൊഞ്ചച്ചാറിനാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് 1 കിലോ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് പുരട്ടി 1 മണിക്കൂർ നേരം നമ്മൾ ഇത് മാറ്റി വയ്ക്കുന്നു. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. എന്നിട്ട് നമ്മുടെ കൊഞ്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ആവണം, അല്ലെങ്കിൽ ഇത് അച്ചാറിന് ചിലപ്പോൾ പൂത്തു പോകാനൊരു സാധ്യതയുണ്ട്. ഫ്രൈ ആയ കൊഞ്ച് കോരിയെടുത്ത് നമ്മളത് മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാണ്: 250 ഗ്രാം ഇഞ്ചി, 5 പച്ചമുളക്, 100 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ, 250 ഗ്രാം വെളുത്തുള്ളി. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ടൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായി കാശ്മീരി ചില്ലി പൗഡറിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ, കൊഞ്ച് പൊരിച്ചതിൻ്റെ ബാക്കി, അത് തെളിച്ച് ഇതിലോട്ട് ഒഴിക്കുക. കീറിയ പച്ചമുളക് ഇടുക. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റുക. ബ്രൗൺ നിറമാകുന്ന വരെ നമ്മളിത് വഴറ്റണം. വഴറ്റുന്നതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ബ്രൗൺ നിറം ആകുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വീണ്ടും അത് വഴറ്റാം. പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കാം. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ അതിലോട്ട് ഒഴിക്കാം. രുചികരമായ കൊഞ്ചച്ചാർ ഇതാ റെഡി. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് അച്ചാറ്? സൂപ്പർ! ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരെ ഒന്ന് പോയി കാണണേ. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.